ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൗർബല്യങ്ങൾ എടുത്തു പറഞ്ഞ് തിരുത്തേണ്ടവ ചൂണ്ടിക്കാട്ടി യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രവർത്തന റിപ്പോർട്ടാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. വിഭാഗീയത, നേതാക്കളുടെ അധികാരക്കുതി, സഹകരണ മേഖലയിലെ പിഴവ് തുടങ്ങിയ സ്വയം വിമർശനങ്ങളാണ് റിപ്പോർട്ടിലെ കാതൽ. ദൗർബല്യങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകാനാവില്ല, തുടർഭരണം നേടാനുമാകില്ല. തിരിച്ചറിവിന്റെ സ്വയം വിമർശനത്തിൻ്റെതാണ് CPIMന്റെ പ്രവർത്തന റിപ്പോർട്ട്. സഹകരണ ബാങ്ക് ക്രമക്കേടിലെ തുറന്നു പറച്ചിലാണ് ഇതിൽ ശ്രദ്ധേയം. മൂലധന ശക്തികൾക്കെതിരായ ബദലിനെ സഖാക്കൾ തന്നെ തകർക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്തൽ. പോലീസിനെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത, നേതാക്കളുടെ സ്ഥാപിത താൽപര്യങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം, സ്വത്ത് സമ്പാദനം തുടങ്ങി പാർട്ടിക്കെതിരെ ഉയരുന്ന എല്ലാ വിമർശനങ്ങളെയും വിശാലാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് പ്രവർത്തന റിപ്പോർട്ടിൽ. തെറ്റുതിരുത്തി മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞാണ് CPIM പ്രവർത്തന റിപ്പോർട്ടിൽ ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തിരുത്തലുകൾ അതേ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാകുമോ? CPIMലെ ശുദ്ധികലശത്തിന് പ്രവർത്തന റിപ്പോർട്ട് തുടക്കമിടുമോ? പാർട്ടിയിൽ ശുദ്ധീകരണമോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, 2015 കൽക്കട്ടയിലെ പ്ലീനം, 2013 പാലക്കാട് പ്ലീനം. ഈ രണ്ട് പ്ലീനങ്ങളിലും ഈ തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള വലിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ പണത്തോടുള്ള ആർത്തിയടക്കം, റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് 2025 കൊല്ലം സമ്മേളനത്തിലും പ്രവർത്തക സമിതി റിപ്പോർട്ടിൽ അക്കമിട്ടു പറയുന്നുണ്ട് വ്യതിചലനങ്ങളും ഒപ്പം തന്നെ അനഭിലഷണീയമായ പ്രവണതകളും. ഇതൊരു തിരുത്താനുള്ള തുടക്കമാണോ, ശുദ്ധീകരണത്തിനാണോ പാർട്ടി തയ്യാറെടുക്കുന്നത്? പാർട്ടി സ്വയം ശുദ്ധീകരിക്കേണ്ട പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ തന്നെ ചില അനഭിലഷണീയങ്ങളായിട്ടുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പാർട്ടി പറയുന്നത് വിഭാഗീയ പ്രവണതകൾ ശക്തിപ്പെടുന്നു പാർട്ടിക്കുള്ളിൽ എന്നുള്ളതാണ്. നോക്കൂ, വിഭാഗീയത എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂതകാലത്തിൽ കേട്ടിരുന്നൊരു വിഭാഗീയതയല്ല. ഭൂതകാലത്തിൽ നമ്മൾ കേട്ടിരുന്ന വിഭാഗീയത എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിലുള്ള വിഭാഗീയതയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ 95 കൊല്ലം സമ്മേളനത്തിലാണല്ലോ യഥാർത്ഥത്തിൽ വിഭാഗീയതയുടെ ഒരു തുടക്കമാകുന്നത് എന്നുള്ളതാണ്. വെട്ടിനിരത്തൽ എന്നൊരു പ്രയോഗം തന്നെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കൊല്ലം സമ്മേളനത്തിൽ നിന്നാണ്, 95 കൊല്ലം സമ്മേളനത്തിൽ നിന്ന്. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് CITU പക്ഷത്തെ VS അച്യുതാനന്ദൻ പക്ഷം ശക്തമായി നേരിടുകയാണ് ചെയ്തത്. അന്ന് EK നായനാരാണ് പാർട്ടി സെക്രട്ടറി ആകുന്നത്. അപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന അപ്പുക്കുട്ടൻ വള്ളിക്കുന്നാണെങ്കിലും VB ചെറിയാനാണെങ്കിലും രവീന്ദ്രനാഥ് ആണെങ്കിലും MM ലോറൻസ് ആണെങ്കിലും സുശീല ഗോപാലനാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള വലിയൊരു CITU പക്ഷത്തെ ഒതുക്കിക്കൊണ്ട് നായനാരെ പാർട്ടി സെക്രട്ടറി ആക്കിക്കൊണ്ട് ഒരു വിഭാഗീയ പ്രവർത്തനം പാർട്ടിക്കുള്ളിൽ ആരംഭിക്കുന്നത് 95 കൊല്ലം സമ്മേളനത്തോടു കൂടിയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് VS പക്ഷവും പിണറായി പക്ഷവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ട് പക്ഷങ്ങൾ വേർതിരിഞ്ഞ് വലിയ രീതിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ആ വിഭാഗീയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ പാർട്ടി നേതൃതലത്തിൽ സംഭവിച്ച വിഭാഗീയ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ആ സ്വഭാവമില്ല. ഏതെങ്കിലും ഒരു വിഭാഗമായി സംസ്ഥാന നേതൃത്വത്തിൽ 2 or 3 വിഭാഗങ്ങളായിട്ട് ചേരിതിരിഞ്ഞ് ഇപ്പോൾ പാർട്ടിയിൽ അങ്ങനെ ഒരു വിഭാഗീയ പ്രവർത്തനമില്ല. എന്നാൽ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ പലതരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളുണ്ട്. അതിനൊട്ടേറെ ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെയുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ വിജയസാധ്യതയ്ക്ക് തിരിച്ചടിയുമാകുമെന്ന കാര്യത്തിൽ എന്താ സംശയം? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. 2021 അമ്പലപ്പുഴയിൽ നടക്കുന്ന മത്സരം, ആ അമ്പലപ്പുഴയിൽ നടന്ന മത്സരത്തിൽ H. സലാം വിജയിച്ചു വന്നു. CPMൻ്റെ സ്ഥാനാർത്ഥി സലാമാണ് വിജയിച്ചു വന്നത്. പക്ഷേ സലാമിനൊരു പരാതി ഉണ്ടായിരുന്നല്ലോ. ആ പരാതി എന്താണ്? G. സുധാകരൻ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. എളമരം കമ്മീഷൻ എന്നാണ് ആ കമ്മീഷൻ അറിയപ്പെടുന്നത്. എളമരം കരീമിൻ്റെ നേതൃത്വത്തിലാണ് ആ കമ്മീഷൻ അവിടെ ഒന്ന് തെളിവെടുപ്പൊക്കെ നടത്തിയത്. പാർട്ടിക്ക് എന്നിട്ട് സുധാകരനെ താക്കീത് ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം? 2016 G. സുധാകരൻ അമ്പലപ്പുഴയിൽ നേടിയ ഭൂരിപക്ഷം എത്രയാണെന്നറിയാവോ? 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. സലാം ജയിക്കുമ്പോൾ
ഇപ്പോൾ സലാമിൻ്റെ 2021 കിട്ടുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. നേർ പകുതിയായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞു. അന്ന് വേണ്ട വിധത്തിൽ സുധാകരൻ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപമായിട്ട് വന്നത്. ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവണതകൾ പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഏറ്റവും അവസാനം ആലപ്പുഴ തന്നെ ഉദാഹരണം എടുത്താൽ, അല്ലെങ്കിൽ കൊല്ലത്ത് ഏറ്റവും അവസാനം കണ്ടത് എന്താ, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സമ്മേളനം നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു വിഭാഗം മാർച്ച് ചെയ്ത് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ പുറത്തുനിന്ന് പൂട്ടിയിടുകയാണ് കണ്ടത്. പാലക്കാട് എന്താ സംഭവിച്ചത്? പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു ബദൽ സമ്മേളനം തന്നെ സംഘടിപ്പിച്ചു. അവിടെ ഒരു പാർട്ടി ഓഫീസ് തന്നെ പണിതു. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടേണ്ടി വന്നു. അവിടെ എന്താണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബുവും NN കൃഷ്ണദാസും രണ്ട് തട്ടിൽ നിൽക്കുന്നു എന്നുള്ള പ്രശ്നം വരുന്നു. ഈ രീതിയിൽ വിഭാഗീയ പ്രവണതകൾ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും പല പാർട്ടി ഘടകങ്ങളിലും പ്രാദേശിക ഘടകങ്ങളിലും ജില്ലാ ഘടകങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കണ്ണൂർ അത്ര ഭദ്രമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കണ്ണൂർ വളരെ തലയെടുപ്പുള്ള നേതാക്കൾ വരുന്ന ഒരു സ്ഥലമാണല്ലോ. EP ജയരാജനും PK ശ്രീമതി ഒരു പക്ഷമാണെന്ന് പറയുന്നു, P ജയരാജൻ മാറുന്നു വേറൊരു പക്ഷമാണെന്ന് പറയുന്നു, MV ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന പക്ഷമാണ് എന്ന് പറയുന്നു. ഈ രീതിയിലൊക്കെയുള്ള വിഭാഗീയ പ്രവണതകൾ പ്രാദേശികമായി ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രവർത്തന രേഖയിലില്ല എങ്കിൽ കൂടിയും അവിടെ ഉയർന്നു വന്നിട്ടുള്ളൊരു വിമർശനമായി കേൾക്കുന്നത് എന്താണ്? ആ വിമർശനം പറയുന്നത് പാർട്ടി സെൻറ്ററിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കണ്ണൂരിന് ആധിപത്യം കിട്ടുന്നു എന്നൊരു വിമർശനം ഉയർന്നു. അതും ഒരു വിഭാഗീയതയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗീയ പ്രവർത്തനം പ്രാദേശികമായും ജില്ലാ തലത്തിലുമൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പല തരത്തിലുള്ള ആരോപണങ്ങളല്ലേ ഈ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളുണ്ടല്ലോ, കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധം, അല്ലേ, റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടുള്ള ബന്ധം. ഈ രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വൈശാഖൻ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്? വൈശാഖൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളടക്കമുള്ള ചാനലുകൾ പുറത്തേക്ക് വിട്ടൊരു വീഡിയോ ആണല്ലോ. എങ്ങനെയാണ് ക്വാറി മുതലാളിമാരുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന വൈശാഖനെയാണ് പിന്നീട് പാർട്ടി പുറത്താക്കുന്നത്. നമ്മുടെ DYFയുടെ നേതാവായിരുന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് എന്താ പറഞ്ഞതെന്നേ? മനു തോമസ് പറഞ്ഞത് കൊട്ടേഷൻ സംഘവുമായി പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്നും അവർ സ്വർണ്ണം പൊട്ടിക്കലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിമർശനങ്ങളൊക്കെ വരുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. അതേപോലെ തന്നെയാണല്ലോ പാർട്ടിയുടെ LDFൻ്റെ കൺവീനർ ആയിരിക്കുമ്പോൾ തന്നെ, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ആയിരിക്കുമ്പോൾ തന്നെ EP ജയരാജൻ പെട്ട വിവാദം ഉണ്ടല്ലോ, വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദം. അപ്പോൾ ഈ രീതിയിൽ അനഫലനീയങ്ങളായിട്ടുള്ള പ്രവണതകളും പാർട്ടി തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ എതിരായിട്ട് വന്നിട്ടുള്ള വിമർശനങ്ങൾ എന്താണ്? ചില ഏരിയ കമ്മിറ്റിയിലുള്ള ആളുകൾ ഒളിക്യാമറ വയ്ക്കുന്നു, പുകയില കടത്തുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നിരിക്കുമ്പോൾ കേൾക്കുന്നത് എന്താണ്? ആലപ്പുഴയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി MDMA-യുമായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള പ്രവണതകൾ പാർട്ടിക്കകത്ത് വളർന്നു വരുന്നുണ്ട് എന്നും അത് അടിയന്തരമായി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നും പാർട്ടിയുടെ നേതൃത്വം തിരിച്ചറിയുകയും അത് പാർട്ടി അണികളോട് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ശുദ്ധീകരണ പ്രവർത്തനം നടത്തിയേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ഇത്. ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയിലെ പ്രവർത്തകർക്കോ പ്രവർത്തകരെ നയിക്കുന്ന ഏതാനും നേതാക്കളോ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നുണ്ട് എങ്കിൽ, അവർ വേറെ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും ഈ പാർട്ടിയുടെ സാധ്യതയാണല്ലോ അത് സ്വാധീനിക്കുക. നോക്കൂ, ഭരണം നടത്തി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാം നിങ്ങൾക്ക്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ? എൻ്റെ മുന്നിൽ കാണുന്ന പാർട്ടി പ്രവർത്തകർ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്, ആ പാർട്ടി പ്രവർത്തകർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂർ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിലുണ്ടല്ലോ അതേ സംബന്ധിച്ചുള്ള വിമർശനം. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ കേരളത്തിലുടനീളം ഒരു വിഷയമായിരുന്നില്ലേ? ഒരു സ്ത്രീയുടെ ജഡം എടുത്തു വെച്ചുകൊണ്ടാണ് അന്ന് അവിടെ വലിയ പ്രകടനങ്ങൾ നടന്നത്. എത്ര മനുഷ്യർക്ക് ചികിത്സ കിട്ടാതെ പോയി. ഈ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക വിഷയമായിട്ട് നിൽക്കില്ല. ഇതിപ്പോൾ ഈ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ അത് ചർച്ചയാക്കും. കേരളം ഉടനീളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ പാർട്ടിയെ ശുദ്ധീകരിക്കാതെ, പാർട്ടി പ്രവർത്തകരെ ശുദ്ധീകരിക്കാതെ, അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ പ്രവണതകളെ ഇല്ലാതാക്കാതെ CPM എന്നൊരു പാർട്ടിക്ക് നിശ്ചയമായും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല. ഇതിവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു തുടർഭരണത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്നറിയോ? ധാർഷ്ട്യം എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാദേശിക തലത്തിൽ അനുഭവിക്കാൻ കഴിയും. പാർട്ടി നേതാക്കളുടെ, ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ, ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ, ഏരിയ നേതാക്കളുടെയൊക്കെ ഒരു ധാർഷ്ട്യം ഉണ്ടാകുന്നുണ്ട്. അത് രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ധാർഷ്ട്യമാണ്. അത് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് പോലുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് പാർട്ടി വരുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ധാർഷ്ട്യത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളുമായി പെരുമാറാൻ തുടങ്ങിയാൽ അപ്പം തന്നെ പാർട്ടി ജനങ്ങളിൽ അന്വീകരിക്കപ്പെടുമെന്നേ. ഈ പാർട്ടി, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളുമായി ഇടകലർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ജനപിന്തുണ ഉണ്ടാവുക. അങ്ങനെയാണ് അവർ അധികാരത്തിൽ
വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന പാർട്ടിക്ക് അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും ശുദ്ധീകരണ പ്രക്രിയ നടത്തേണ്ടി വരുന്നുണ്ട്. അത് തിരിച്ചറിയുന്നുണ്ട് പാർട്ടി എന്നുള്ളത് നല്ല കാര്യം തന്നെ. അത് എത്രമാത്രം അടിയന്തരമായി ദൂരീകരിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ ടാസ്ക് തന്നെയാണ്. അവിടെയാണ് ഈ ഭരണ തുടർച്ചയുടെയൊക്കെ ഒരു പ്രശ്നം വരുന്നത്. ഇനി വളരെ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കീഴ്ഘടകങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളെ പാർട്ടി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ അവരുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. നല്ലത്. പക്ഷേ പ്രശ്നം എന്താണ്? 9 വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് CPM ആണ് ഭരിക്കുന്നത്. CPM നേതൃത്വം കൊടുക്കുന്ന LDF ആണ് ഭരിക്കുന്നത്. 9 വർഷത്തെ ഈ ഭരണത്തെക്കുറിച്ചൊരു വിമർശനം ഏതെങ്കിലും ഒരു ഘടകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമ്മേളനങ്ങളിൽ ഉയർന്നിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. ഇനി അതിനകത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ, ഗ്രൂപ്പ് ചർച്ചകളിലൊക്കെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ അറിഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, വെള്ളത്തിൽ കൊണ്ടുപോയി നഞ്ച് കലക്കരുത് എന്നുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കരണ്ടിയിൽ വെച്ച് PSC അംഗങ്ങൾക്ക് ശമ്പളം വാരിക്കോരി കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീകളെ അവിടെ നിർത്തി സമരം ചെയ്യിക്കുന്നത് ശരിയല്ല, അതിനകത്ത് വീഴ്ച വരുന്നുണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ്. പക്ഷേ ഞാൻ പറയുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ടൊരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, നിശ്ചയമായും ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ സർക്കാരിനെ വിമർശിക്കേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വൈകുന്നേരത്തെ എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടുമ്പോൾ ഇന്ന് 5 പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു നിലപാടെടുത്ത് കൈയടിച്ച് പിരിയുകയാണോ ചെയ്യുക? അല്ലല്ലോ. 5 വാർത്തകൾ നന്നായി ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 3 വാർത്തകൾ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി നമ്മൾ പറയുമല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ആത്മവിമർശനം നമ്മൾ നടത്തുമല്ലോ. ഇത് എല്ലാ മേഖലകളിലും ഉണ്ടെന്നേ. അതുപോലെ തന്നെ ഭരണത്തിൻ്റെ കാര്യത്തിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, എന്തൊക്കെ ചെയ്യാൻ കഴിയാതെ പോയി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, മന്ത്രിമാരെല്ലാം നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാടിലെത്തിയുള്ള പ്രശ്നം എന്താണെന്നറിയോ? എവിടെയാണ് അവിടെ കറക്ഷൻ നടക്കുക? നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് ഒരു സ്വയം വിമർശനവും ആ സ്വയം വിമർശനം ഇല്ലാതെ പോവുകയാണ് എങ്കിൽ കറക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തികേന്ദ്രിതമായിട്ട് പാർട്ടി മാറുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള ഒരു പ്രശ്നം എപ്പോഴും എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വ്യക്തികേന്ദ്രിതമായി അധികാരങ്ങൾ മാറുന്ന നമുക്ക് കാണാം. അത് ചൈനയിലാണെങ്കിലും കാണാം. ചൈനയിലാണെങ്കിൽ ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയും പാർട്ടിയുടെ പ്രസിഡന്റും പ്രസിഡന്റും രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റും ഒന്നായി മാറുന്ന അവസ്ഥ. അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിനെ പോലൊരാൾ നമുക്ക് വേറൊരാളെ കേൾക്കാൻ കഴിയില്ല. അതിപ്പം നോർത്ത് കൊറിയയിലാണെങ്കിൽ കിം ജോങ് ഉൻ. അങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ ലോകത്ത് തിരിച്ചടിയായിട്ടുള്ളത് ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രീകരണമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ സ്വയം വിലയിരുത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനെ പോലൊരു രാജ്യം ഇല്ലാതാകുന്നതിൻ്റെ കാരണം പോലും ഈ രീതിയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണക്രമത്തിനകത്ത് ഈ പറയുന്ന ഈ പവർ സെൻട്രലിസം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്കറിയാവുന്നതുപോലെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നയാൾ MV ഗോവിന്ദനാണെന്ന കാര്യത്തിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിയിലെ യഥാർത്ഥ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിമർശനങ്ങളില്ലാതെയായി പോകുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അങ്ങനെ വിമർശനങ്ങളില്ലാതായി പോയാൽ സ്വയം പരിശോധന ഇല്ലാതായി പോകും. സ്വയം പരിശോധന ഇല്ലാതായി പോയാൽ തെറ്റുതിരുത്തൽ നടപടികൾ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ കീഴ്ഘടകങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന അനഭിലഷണീയങ്ങളായിട്ടുള്ള പ്രവണതകളെ തിരിച്ചറിയാനും അതിനെ തിരുത്താനും നിർദ്ദേശിക്കാം. അത്തരത്തിൽ പാർട്ടിയുടെ ഒരു മെഷീനറിയെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാം. പക്ഷേ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വയം വിമർശനം അനിവാര്യമാണ്. അതിനകത്ത് തെറ്റുകൾ നിങ്ങൾ മനഃപൂർവ്വമായി തന്നെ കണ്ടെത്തണമെന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ഏറ്റവും ചെറിയ തെറ്റുകൾ പോലും കണ്ടെത്തി അത് ഉന്നയിച്ച് അത് തിരുത്തിയെങ്കിൽ മാത്രമേ ജനങ്ങളുടെ വിശ്വാസ്യത നേടാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വിശ്വാസ്യത ആർജിക്കണമെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധം, അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം, അനഭിലഷണീയങ്ങളായ മറ്റു പ്രവണതകളിൽ ഏർപ്പെടുന്ന പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അധിക സ്വത്ത്, അധിക വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചർച്ചകൾ നടത്തുന്നതും കറക്ഷനിലേക്ക് പോകുന്നതും നല്ലതാണ്. പക്ഷേ അപ്പോൾ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 3-ാം ഊഴം ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് എങ്കിൽ ഭരണതലത്തിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ഒരു മുൻകൈ ഉണ്ടാകണം. ആ മുൻകൈ ഈ സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഏതായാലും പുറത്തേക്ക് വരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഭദ്രവും, എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു. മന്ത്രിമാരെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നു. മുഖ്യമന്ത്രി വളരെ നന്നായി പെർഫോം ചെയ്യുന്നു. പ്രകാശ് കാരാട്ടിൻ്റെ ഉദ്ഘാടന പ്രസംഗം മുതൽ തന്നെ അതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാം ഭംഗിയായി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വിലയിരുത്തലിലേക്കാണ് പാർട്ടി പോകുന്നത് എങ്കിൽ പാർട്ടി ജനങ്ങളുടെ വികാരങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് ആശങ്കയുണ്ട്. ഏതായാലും ഈ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലെയും ശുദ്ധീകരണ പ്രക്രിയ നന്നായി നടക്കട്ടെ. ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പാർട്ടിക്ക് കൂടുതൽ ജനകീയമാകാൻ കഴിയുന്നുവെങ്കിൽ അത് നല്ലത്. എന്നാൽ ആ ശുദ്ധീകരണ പ്രക്രിയ എല്ലാ തട്ടുകളിലേക്കും എത്തണം. അത് മേൽത്തട്ടിലേക്കും എത്തേണ്ടതുണ്ട്. അതൊരു അനിവാര്യതയാണ്. മേൽത്തട്ടിൽ കൂടി കറക്ഷൻ സംഭവിക്കുമ്പോഴാണ് ജനങ്ങളുടെ ഒരു വിശ്വാസം പാർട്ടിക്ക് ആർജിക്കാൻ കഴിയുക എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.
പാർട്ടിയിൽ ശുദ്ധീകരണം എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം, പക്ഷേ ശുദ്ധീകരണം യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നുള്ള നിരാശ നിറഞ്ഞ പ്രതികരണമാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ സമ്മേളനത്തിലും പ്ലീനത്തിലും പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇത്തവണയും പറഞ്ഞത്. കഴിഞ്ഞ പ്ലീനത്തിൽ, പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുമുണ്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, വലിയ രീതിയിൽ സമ്പത്തുണ്ടാക്കുന്നു സഖാക്കൾ, നേതാക്കൾ എന്നുള്ള കാര്യമൊക്കെ, അതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിലേക്ക് എത്തുമ്പോൾ അതിലെത്രത്തോളം തിരുത്തൽ നടക്കുന്നു എന്നൊരു ചോദ്യം ഉയരുമ്പോൾ അങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടായിട്ടില്ല. ഈ സംഘടനാ സ്ക്രൂട്ടിനി യഥാർത്ഥത്തിൽ കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രവർത്തന റിപ്പോർട്ട് സാധാരണഗതിയിൽ മുൻ സമ്മേളനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് 2 ദിവസം നീളുന്ന ചർച്ചയാണ്. പ്രവർത്തന റിപ്പോർട്ടുമേൽ, സംഘടനാ റിപ്പോർട്ടുമേൽ 2 ദിവസം നീളുന്ന ചർച്ചയാണ്. അതിൽ നല്ല വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയരുകയും മറുപടി പറയാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കുകയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ അത് ചുരുങ്ങി ദിവസം 7 മണിക്കൂർ എന്ന രൂപത്തിലേക്ക് ആ ചർച്ച മാറിയിരിക്കുന്നു. 7 മണിക്കൂർ ചർച്ചയിലേക്ക് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം. പിന്നെ ഭരണപരമായ കാഴ്ചപ്പാട്, പാർട്ടി, ഭരണത്തിലിരിക്കുന്ന പാർട്ടി ആ ഭരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അധികം ഉയർത്താതെയുള്ള കാര്യങ്ങളാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേതാക്കളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഓരോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ വരുമ്പോൾ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ PB അംഗം എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടി കേന്ദ്രത്തെ സഹായിക്കുന്നതിന് തയ്യാറാവുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ച് ഇടപെടേണ്ട കാര്യങ്ങളിൽ പ്രത്യേകം ഇടപെടുന്നുണ്ട്. ക്യാമ്പയിൻ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സമയം നൽകി പാർട്ടിയെ സഹായിക്കുന്നുണ്ട്. ഇത് മാതൃകാപരമായ രീതി എന്ന് പറയുന്ന പിണറായി വിജയനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. ആദ്യഘട്ടങ്ങളിൽ നോക്കൂ, വിവിധ ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, വയനാട്, മലപ്പുറം, പത്തനംതിട്ട ഈ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ MV ഗോവിന്ദൻ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത്. കോട്ടയം സമ്മേളനം മുതൽ പിണറായി വിജയൻ മറ്റു സമ്മേളനങ്ങളിൽ വന്നു പോകുന്നുണ്ടാകാം. ഈ സമ്മേളനത്തിൽ, കോട്ടയം മുതലുള്ള സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ ആദ്യന്തം പങ്കെടുക്കുകയാണ്. ആദ്യന്തം പങ്കെടുക്കുമ്പോൾ പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ പറയാൻ പ്രതിനിധികൾ സ്വാഭാവികമായും തയ്യാറാകില്ല. അത് അതിലൊരു ഭയമുണ്ടാകാം. ഒരുപക്ഷെ അത്തരം വിമർശനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കൊല്ലം സമ്മേളനത്തിലും കാണുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പുറത്തുയർന്നിട്ടുള്ള വലിയ വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ഒരു തലത്തിലും പ്രതിഫലിക്കുന്നത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട്, ഇനി പൊതുഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ IAS തലത്തിൽ ചേരിപ്പോരടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതൊന്നും തന്നെ അവിടെ പ്രതിഫലിക്കുന്ന ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന നേതാവിൽ ചുറ്റിത്തിരികയാണ് പാർട്ടി. അതല്ലെങ്കിൽ അതിലപ്പുറം ഒരു രണ്ടാം നിര നേതാവിനെ കണ്ടെത്താൻ ഇതുവരെ പാർട്ടിക്കായിട്ടില്ല. പിണറായി വിജയൻ ശക്തനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ രണ്ടാം നിര നേതാവിനെ ആര് കണ്ടെത്തും? പാർട്ടി കണ്ടെത്തേണ്ടതാണ്. പിണറായി വിജയൻ കണ്ടെത്തണം. 18 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരേണ്ടത് ആരാണ് എന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ തയ്യാറെടുക്കാൻ സഹായിക്കുകയോ ചെയ്യുന്ന കാര്യമുണ്ടായിട്ടില്ല. എല്ലാം അദ്ദേഹം തന്നെ നേതൃത്വം വഹിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് തുടർ ഭരണം ഉണ്ടാക്കാനുള്ളൊരു പബ്ലിസിറ്റി വിങ്ങായി മാത്രമായിട്ടാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഈ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളും അതാണ്. ഭരണത്തിലേക്ക് വരാനുള്ള കാര്യം അതാണ്. വികസനവുമായി ബന്ധപ്പെട്ട രേഖ, സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ച ചുരുങ്ങുന്നു എന്നൊരു സംശയമുണ്ട്. ഈ സമ്മേളനത്തിൽ കണ്ട ഒരു കാര്യം, ഈ റെഡ് വോളണ്ടിയർ മാർച്ചിൽ സല്യൂട്ട് സ്വീകരിക്കുന്ന സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കും. ഇത്തവണ കണ്ടിരിക്കുന്നത് പലയിടത്തും മുഖ്യമന്ത്രിയാണ് എന്നുള്ളതും. പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് ആ പദവിക്ക് ഒരു പ്രാധാന്യമുണ്ടല്ലോ. പാർട്ടി സെക്രട്ടറിയാണ് എപ്പോഴും പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിൽക്കുക. പക്ഷേ അതിന് മുകളിലായി മുഖ്യമന്ത്രി നിൽക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ ഈ 18 വർഷത്തിനിടയിൽ മറ്റൊരാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, സെക്കൻഡ് ലൈൻ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഉത്തരവാദിത്തം സ്വാഭാവികമായും അത് പിണറായി വിജയൻ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കർഷക മുന്നണി രംഗത്ത് സഹായിക്കാറുണ്ട്. വിവിധ സബ് കമ്മിറ്റികളുടെയും ഫ്രാക്ഷനുകളുടെയും ചുമതല നിർവഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇടക്കാലത്ത് പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്ത നിലയുണ്ടായിരുന്നു. LDF കൺവീനർ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റം വരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. സമ്മേളന സമയത്ത് സജീവമായി രംഗത്തുണ്ട്. അപ്പോൾ യഥാർത്ഥ വിമർശനത്തിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട് EP മാറി നിന്നു? എന്തായിരുന്നു EP-യുമായി ബന്ധപ്പെട്ട വിമർശനം? ഒരു മോശം പ്രവണതയിലേക്ക് പോയിരുന്നോ? അതുമേലൊരു തിരുത്തലുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും ഇതിൽ പറയാതെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിമർശനങ്ങൾ വരുന്നത്? ഇപ്പോൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം മാത്രം വളരെ വിശദമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. സഹകരണ മേഖലയിൽ നേതാക്കൾക്ക് എങ്ങനെയൊക്കെ അതിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം, നമ്മൾക്ക് കരുവന്നൂർ സംഭവങ്ങൾ
പുറത്ത് കരുവന്നൂർ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇവിടെ സഹകരണ മേഖലയെ തകർക്കാനുള്ള പദ്ധതി എന്ന രൂപത്തിലൊക്കെ പുറത്തു പറയുമ്പോഴും എന്താണോ ഉയർന്നിരുന്ന ആരോപണം അതിനെ ശരിവിക്കുന്ന രീതിയിൽ തന്നെ പാർട്ടി തന്നെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അത് വളരെ വിശദമായി തന്നെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് 2-3 ഖണ്ഡികളിലായി പറയുന്നുണ്ട്. തെറ്റായ പ്രവണതകൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ കരുവന്നൂരിൽ കണ്ട കാര്യങ്ങളുമുണ്ട്. ഈ ബാങ്കിൻ്റെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ലോണുകൾ സ്വയം വാങ്ങി സംഘടിപ്പിച്ച് ബാക്കിയുള്ളവർക്ക് നൽകുന്ന രീതി ചിലയിടത്തുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. വായ്പ വാങ്ങി തിരിച്ചടയ്ക്കാത്ത നേതാക്കളുണ്ടെന്ന് പറയുന്നു. സഹകരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് അതേ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റാകാൻ വ്യഗ്രത കാണിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിലൊക്കെ അടിയന്തരമായ നടപടികൾ വേണം. നേതാക്കൾ തന്നെ വലിയ തോതിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ വാങ്ങുകയും തിരിച്ചടയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. അവ തിരിച്ചു നൽകാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നേതാക്കളുമായി ബന്ധപ്പെട്ട വിമർശനമാണ്. നേരത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് അതായത് ഈ കരുവന്നൂരിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവിധ ബാങ്കുകളിൽ ഈ പ്രവണതയുണ്ട് എന്ന് പാർട്ടി ഭയക്കുന്നു. അപ്പോൾ അത് അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ്. ഇനി വിഭാഗീയത പ്രവണതകൾ താഴെത്തട്ടിലാണ്. ഇപ്പോൾ മുമ്പ് നമ്മൾ കണ്ടിരുന്ന പോലെ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്നുള്ള വിഭാഗീയതയല്ല, താഴെത്തട്ടിൽ വിഭാഗീയത. അത് നമ്മൾ പലതും പുറത്തേക്ക് കാണുകയും ചെയ്തതാണ്. കൊല്ലത്തടക്കം കണ്ടതാണ്, കരുനാഗപ്പള്ളിയിൽ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ തെറ്റായ പ്രവണതകൾ തിരുത്തി പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുൻ സമ്മേളനത്തിലെ റിപ്പോർട്ടുകൾ. അതിന്മേൽ എത്ര നടപടി ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ ഇതും ഒരു ശുദ്ധീകരണ പ്രക്രിയയൊക്കെ പറഞ്ഞു വയ്ക്കുന്നു എന്നല്ലാതെ അതിലപ്പുറമില്ല. ക്വാറി, മണൽ മാഫിയുമായിട്ടുള്ള ബന്ധം, റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നു. ഇനി സെറ്റിൽമെൻറ്റ് ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കോഴിക്കോട് നിന്നുള്ള ഒരു ഉദാഹരണം നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അങ്ങനെ ചെറിയ ഉദാഹരണങ്ങൾ അല്ല, തൃശ്ശൂരിൽ നിന്നുള്ള ഉദാഹരണമാണ് പറഞ്ഞത്, വൈശാഖൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ നേരത്തെ. അതല്ലാതെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് എതിരെ അടക്കം ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. PV അൻവർ അടക്കം പുറത്തു നടന്ന വാർത്താസമ്മേളനം നടത്തിയ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിമർശനമായി വരുമ്പോൾ അത് ആരെ എന്ന് പറയുന്നില്ല, എങ്ങും തൊടാതെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നേതാക്കളെ തിരുത്താൻ തന്നെയാണോ പറഞ്ഞു പോവുക എന്നതിലപ്പുറം എടുത്തു പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതിനകത്ത് ഇനി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതായാലും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളിലേക്ക് പോയിട്ടില്ല. ഇത് ഇനി വലതുപക്ഷ വ്യതിയാനം, നയവ്യതിയാനം ഉണ്ടാകുന്നു. ആ നയവ്യതിയാനത്തെ പല രീതിയിൽ അവർ വിശദീകരിക്കുന്നുമുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നയവ്യതിയാനമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മുമ്പ് അഭിമുഖത്തിൽ തന്നെ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് കേന്ദ്രം മറ്റൊരു പാർട്ടി ഭരിക്കുമ്പോൾ, BJP ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അത് നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പല കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണോ പാർട്ടി മുന്നോട്ട് പോകുക എന്ന ചോദ്യം കൂടിയുണ്ട്. മുൻപ് പല കാര്യങ്ങളിലും സമരം ചെയ്തിരുന്ന കാര്യങ്ങളിൽ അത് നേരെ തിരിച്ചു പറയുന്ന നിലപാടിലേക്കൊക്കെ പാർട്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പാർട്ടിയെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പാർട്ടി ശക്തമായിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ സാഹചര്യം. ഇവിടെ പാർട്ടി ശക്തിപ്പെടുന്നതിലേക്കാണോ ഈ പ്രവണതകൾ പോകുന്നത്? അല്ലെങ്കിൽ പ്രവണതകൾ പൂർണ്ണമായും തിരുത്താൻ കഴിയാത്തൊരു സാഹചര്യം, നേതാക്കളെ വിമർശിച്ച് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുമ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നോക്കിയാണ്. ത്രിപുരയിൽ എന്താണ് ഇപ്പോൾ സ്ഥിതി? 45% ഉണ്ടായിരുന്ന വോട്ട് ഷെയർ അവസാനം അത് 10% വന്നിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ എത്രയാണ്? 5% ആണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളം മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഇതാണോ വേണ്ടത്? അത് യഥാർത്ഥ വിമർശനങ്ങളിലേക്ക് പോവുകയും ആ വിമർശനങ്ങൾ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സർക്കാരുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തുടർഭരണത്തിൻ്റെ ദുഷിപ്പുകളും ചർച്ച ചെയ്യുമ്പോൾ ഈ ജാതി മത വർഗീയ കൂട്ടുകെട്ട് എന്നുള്ളൊരു പരാമർശമുണ്ട്. ജാതി മത വർഗീയ കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ പാർട്ടി എപ്പോഴും തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾക്ക് കിട്ടിയ മുസ്ലിം വോട്ടുകൾ, നമ്മൾക്ക് കിട്ടിയ ഈഴവ വോട്ടുകൾ, നമ്മൾക്ക് കിട്ടിയ നായർ വോട്ടുകൾ എന്ന എണ്ണലിലേക്കാണ് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതാണോ നമ്മളുടെ രീതി? നമുക്ക് ക്ലാസ് അടിസ്ഥാനത്തിലല്ലേ ചർച്ച ചെയ്യേണ്ടതെന്ന് പാർട്ടി പറയുമ്പോൾ അതിലേക്ക് കേരളത്തിലെ പാർട്ടി ഏതായാലും പോകുന്നില്ല. കേരളത്തിലെ പാർട്ടിക്ക് അതിന് പോകാൻ പറ്റാത്ത പരിമിതിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പുറമേക്കെങ്കിലും അത് കാണിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇപ്പോൾ പാർട്ടിക്കില്ല എന്നുള്ളതാണ്. ഇനി അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായും SDPയുമായി ബന്ധപ്പെട്ടും ഇനി കാസയുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനകത്ത് നടക്കുന്ന പ്രവണതകളുമായി ബന്ധപ്പെട്ട് മാത്രം വിമർശനങ്ങൾ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് BJP ഉയർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് BJP എന്താണോ പറയുന്നത് അതിലേക്ക് തന്നെയാണോ CPM എത്തുന്നത്? BJPക്ക് കിട്ടുന്ന പോയ വോട്ട് എന്നുള്ളത് CPMൻ്റെ വോട്ടാണ്. അത് തിരിച്ചു കിട്ടാൻ അതേ രൂപത്തിലേക്കാണോ പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യം കൂടി CPMന് നേരെ ഉയരുന്നുണ്ട്. ഇനി നാളെ കഴിഞ്ഞ് ഇനി ആരൊക്കെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരിക എന്നടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ചിത്രം വ്യക്തമാകുമെന്ന് കരുതാം. ഇതേതായാലും ഒരു പ്രതീതി സൃഷ്ടിക്കൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഇതൊരു ശുദ്ധീകരണ പ്രക്രിയ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പകരം ഇത് തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള ചില നിർദ്ദേശങ്ങളാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടിലുള്ളത്, സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിലുള്ളത്. രണ്ടായി തന്നെ നമ്മളത് കാണണം. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ നയരേഖയാണ്. ആ രാഷ്ട്രീയ നയരേഖ എന്ന് പറയുന്നത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന പേരിൽ കേരളം എങ്ങനെയാണ് വികസനത്തിൻ്റെ പുതിയ ബദൽ മാതൃകകൾ സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തീർച്ചയായും സംഘടനാപരമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ ഒരു ഭരണ തുടർച്ച ഉറപ്പാക്കാനുള്ള എങ്ങനെയാണോ കഴിഞ്ഞ തവണ 2021 ശേഷം ഭരണ തുടർച്ചയ്ക്ക് ശേഷം പാർട്ടി കൂടുന്നത്, അതിനേക്കാൾ കൂടുതൽ ഗൗരവമായി തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പാർട്ടി സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും ഭരണ തുടർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് പാർട്ടിയിലെ സ്വാഭാവികമായും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത്. അത് നാളെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലാണ് നമ്മൾ ഈ പറയുന്ന പാർട്ടിയുടെ നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉള്ളത്. ഇന്ന് നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. അത് വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. എനിക്കിതിനകത്ത് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന്, രണ്ട് രീതിയിൽ നമ്മളതിനെ സമീപിക്കണം. ഒന്ന്, ഒരു സംഘടനാ മെഷീനറി എന്ന നിലയിൽ ഇതൊരു തുടർച്ചയാണ്. ഏതൊരു സംഘടനയും ആത്മവിമർശനവും വിമർശനവും നടത്തുന്ന ഘട്ടത്തിലാണ് അതിന് ആരോഗ്യകരമായൊരു നിലനിൽപ്പുണ്ടാവും. കേരളത്തിലെ മറ്റെല്ലാ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി, ഇന്ത്യയിലെ തന്നെ മറ്റെല്ലാ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി CPM-നുള്ള ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയുള്ള പാർട്ടി എന്ന നിലയിൽ, ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അതിൽ കൃത്യമായ ഈ തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയും അത് വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് വരുന്നത്? ഏതെങ്കിലും തരത്തിലെ സംസ്ഥാന സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരാളുടെ തോന്നൽ എന്ന നിലയിലല്ല. താഴെത്തട്ടിലുള്ള ചർച്ചകൾ ക്രോഡീകരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി, ജില്ലാ കമ്മിറ്റി ചർച്ചകൾ ക്രോഡീകരിച്ചാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളിലെയും ചർച്ചകളുടെ ഒരു രത്നച്ചുരുക്കമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ കാണുന്നത്. അവിടെ നടത്തിയ മറുപടിയും വിലയിരുത്തലും നടന്നതിന് ശേഷമാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഡെമോക്രാറ്റിക് സെൻട്രലിസം നടപ്പിലാക്കിയ ഒരു പാർട്ടി പുറത്തുവിടുന്ന അല്ലെങ്കിൽ പുറത്തുവിടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യുന്ന പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഇതൊരു തുടർച്ചയാണെന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഏതെങ്കിലും ഒരു സാങ്കല്പിക ലോകത്തിരുന്ന് സംസാരിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ പക്ഷം. അതായത് CPM ഒരു വർഷം തെറ്റുതിരുത്തൽ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അടുത്ത 3 വർഷം കഴിയുമ്പോഴേക്കും CPM പാർട്ടി പ്രവർത്തകരെല്ലാം മാലാഖമാരായി എന്ന് പറയാൻ കഴിയില്ല. കാര്യം അടിസ്ഥാനമായി മനുഷ്യരാണ്, അധികാരവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി നിൽക്കുന്നത്, ബഹുജന സംഘടനകൾ നിൽക്കുന്നത്. സച്ചിദാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, CPM-ന് മൂന്നാമതൊരൂഴം വരികയാണെന്നെങ്കിൽ ഞാൻ ഭയക്കുന്നു എന്നാണ് സച്ചിദാനന്ദൻ ആ മട്ടിലുള്ള പ്രതികരണമാണ് നടത്തിയത്. രണ്ടാം ഊഴം കഴിയുമ്പോഴേക്കും പാർട്ടിയിൽ സ്വാഭാവികമായും അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താല്പര്യമുണ്ടാവും. കാര്യം അതിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യർ കൂടിയാണ്. അപ്പോൾ ആ മനുഷ്യർക്ക് ഏതു നിമിഷവും തെറ്റുപറ്റാം എന്നുള്ളതാണ്. ദേ ആർ ഇൻഫാലിബിൾ എന്നുള്ള തിരിച്ചറിവ് മാർസിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിരന്തരം വിമർശിക്കണം എന്ന മാർസിൻ്റെ ആശയം തന്നെ ഉണ്ടാകുന്നത്. റൂത്ത്ലെസ് ക്രിറ്റിസിസം എന്നാണ് മാർക്സ് വിവക്ഷിക്കുന്നത്. എന്തിനേയും നിങ്ങൾ സംശയത്തോടു കൂടി തന്നെ സമീപിക്കണം എന്നതാണ് മാർക്സിൻ്റെ നിലപാട്. അതാണ് മാർക്സിൻ്റെ പ്രവർത്തന രീതിയും മാർക്സിൻ്റെ രീതിശാസ്ത്രവും അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവരോടുള്ള വിമർശനം പാർട്ടിയിൽ ഉയരുന്നതും അത് പലപ്പോഴും നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ അതേ രീതിയിൽ പാർട്ടിയുടെ രീതിശാസ്ത്രങ്ങൾ മനസ്സിലാവാത്ത മാധ്യമങ്ങൾ അതിനെ വ്യക്തിപരമായ തലങ്ങളിലേക്ക് ചുരുക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ഇനി എന്താണ് ഈ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്? അതിനു മുമ്പ് 2013-ലെയും 2015-ലെയും 2 പ്ലീനങ്ങളുടെ പ്രധാനപ്പെട്ട തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകണം. അന്നും പറഞ്ഞിട്ടുണ്ട്, 2013-ലെ പാലക്കാട് പ്ലീനം തുടങ്ങുന്നത് തന്നെ പ്രകാശ് കാരാട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ എല്ലാവരും വിനയാന്വിതരായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് പ്രകാശ് കാരാട്ട് പ്രസംഗം ആരംഭിക്കുന്നത്. അതായത് അന്ന് ഈ ധാർഷ്ട്യം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു. എല്ലാവരുടെയും ധാർഷ്ട്യമടക്കമുള്ള വിഷയങ്ങൾ, നേതാക്കൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് പറയുന്നു. അന്ന് പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞ വാചകം ഇതാണ്: പാർട്ടി സഖാക്കൾ ആരെങ്കിലും വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എല്ലാ പാർട്ടി ഘടകങ്ങളും സ്വീകരിക്കേണ്ട സമീപനമാണ്. ഓരോ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളുടെ സൂക്ഷ്മമായ വിലയിരുത്തലിന് വിധേയമാകുന്നുണ്ടെന്ന് ഓർമ്മിക്കണം എന്നാണ് പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞത്. ഏതെങ്കിലും സഖാവ് വരവിൽ കവിഞ്ഞ് വരുമാനമുണ്ടാക്കിയാൽ ആ സഖാവിനെ കുറിച്ച് അറിയാവുന്നവരിലെല്ലാം സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം അതിനുള്ള വരുമാനം എവിടെ നിന്നാണ് എന്നുള്ളതാണ്. ഇതാ പാർട്ടി ഘടകത്തിൽ വ്യക്തമായും അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് പാലക്കാട് പ്ലീനം. എന്നിട്ട് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഓരോ വർഷവും തെറ്റുതിരുത്താൻ
തിരുത്താനുള്ള നടപടികൾ പാർട്ടിയിൽ ഉണ്ടാകണം എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. അത് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് മനസ്സിലാവുന്നത്. അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് 100% പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന നിലയിലേക്ക് മാറാൻ കഴിയില്ല. അതൊരു ഐഡിയലിസ്റ്റിക്കായ നിലപാടാണ്. പക്ഷേ പാർട്ടി ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അതേ കാര്യം തന്നെ അധികാരവും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ദുരയും ആഗ്രഹവും ഇപ്പോഴും പല മനുഷ്യരിലും ഉണ്ട് എന്നുള്ളത് പാർട്ടിയുടെ സ്വയം വിമർശനമായി വീണ്ടും ഉൾക്കൊള്ളിക്കുന്ന സാഹചര്യമാണ്. ഇത് ഉൾക്കൊള്ളിച്ച മതിയാവൂ. ഇത് 13-ലുണ്ട്, കൽക്കട്ട പ്ലീനത്തിലുണ്ട്, ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന ചർച്ചയിലും പ്രവർത്തന റിപ്പോർട്ടിലും ഇതൊരു പ്രധാനപ്പെട്ട സംഘടനാ ദൗർബല്യമായി പറയുന്നു എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? 5 കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും പറയുന്നത്. അതിലാണ് വരവിൽ കവിഞ്ഞ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വത്തിനു വേണ്ടിയുള്ള താല്പര്യമുണ്ടാവുന്നു എന്നുള്ളത്. അവിടെയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടാവുന്നത്. കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ചിലർ പാർട്ടിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഗൗരവമായ കാര്യം. അല്ലാതെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തന കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതല്ല. കൊട്ടേഷൻ സംഘങ്ങളുമായി നിൽക്കുന്ന ആളുകൾ അധികാര തുടർച്ചയിലിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്ന് പാർട്ടി പറയുമ്പോൾ അത്ര സൂക്ഷ്മമായി അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പാലക്കാടടക്കം കോഴിക്കോടടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലേ പ്രമോദ് കോട്ടലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ? അല്ല, ഈ പത്തനംതിട്ടയോ പത്തനംതിട്ടയിൽ ചർച്ച ചെയ്ത വിഷയമല്ലേ ഈ വിഷയം? അതേപോലെ നേരത്തെ പറഞ്ഞ വൈശാഖിൻ്റെ തൃശ്ശൂരിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമല്ലേ? തിരുവനന്തപുരത്ത് ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മോഹമുള്ള നേതാക്കൾ പാർട്ടിയിലുണ്ടാവുന്നു. ഇത് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണെന്നേ. അത് പക്ഷേ പാർട്ടി ഒരു വലിയ ദൗർബല്യമായി തിരിച്ചറിയുകയും അത് വിലയിരുത്തുകയും അതിന് നടപടി ഉണ്ടാവുകയും വേണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത്തെ ഭാഗമായി പറയുന്നത് എന്താ? ഇതിൽ വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ടൊരു ഭാഗം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം എന്ന് പറയുന്നത് സംഘടനയ്ക്ക് പിന്നിൽ ആളുകളെ അണിനിരത്തി പ്രവർത്തിക്കുന്നതിന് പകരം വ്യക്തികൾക്ക് പിന്നിൽ ആളുകളെ അണിനിരത്താനുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ആ പരാമർശം സൂചിപ്പിക്കുന്നത്. അത് വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ, കണ്ണൂരിൽ എങ്ങനെയാണ് പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായത്, പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാരണഭൂതൻ എന്ന് പറയുന്ന തിരുവാതിരയിൽ വരുന്നത്, പിന്നീട് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് വ്യക്തിപൂജ വരുന്നത് കാണുന്നതല്ലേ. വളരെ ശ്രദ്ധേയമായ വിമർശനമല്ലേ അത്? ആ വിമർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടിക്ക് പിന്നിൽ ആളുകളെ അണിനിരത്തുന്നതിന് പകരം വ്യക്തികളുടെ പിന്നിൽ ആളുകളെ അണിനിരത്തി പോകാനുള്ള പ്രവണതയുണ്ടാകുന്നു എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് പാർട്ടി പറയുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തേതാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ പറഞ്ഞില്ല, മൂർത്തമായ വിഷയങ്ങളിലുള്ള മൂർത്തമായ ഒരു പരിശോധന എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്താണ് കരുവന്നൂരിലെ സംഭവം? വളരെ കോൺക്രീറ്റ് റിയാലിറ്റി അല്ലേ? സഹകരണ മേഖലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വാല്യുവേഷനിൽ പോലും ചില നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അതിൽ അണ്ടർ വാല്യുവേഷൻ കാണിച്ചുകൊണ്ട് ക്രമക്കേട് നടത്തുന്നു എന്നുള്ളതാണ്. ഇത് സഹകരണ മേഖലയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, സഹകരണ മേഖലയെ ഒരു ബദൽ സർക്കാരിൻ്റെ വരുമാന മാർഗമായി കണക്കാക്കാനുള്ള, ട്രഷറിയായി കണക്കാക്കാനുള്ള ഒരു സംവിധാനത്തെ തുരങ്കപ്പെടുത്തുന്നുവെന്ന ഗൗരവപൂർണ്ണമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതും അതിനകത്ത് ക്രിറ്റിസിസം അല്ലേ? കരുവന്നൂർ ചർച്ച ചെയ്തു. വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നു. ഇത്ര തുറന്ന് വിമർശനം നടത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനിയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ആ അർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അത് പ്രതിഫലിക്കുക. ജില്ലാ കമ്മിറ്റിയിൽ എവിടെയാ? 3 ജില്ലകളിൽ മാത്രമാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ ചർച്ചകൾ ഏറെ സമയം എടുത്ത് നടത്തിയത്. ബാക്കി ഏത് സ്ഥലത്താണ് നമ്മൾ ഏതെങ്കിലും സർക്കാരിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർന്നു കേട്ടതും ജില്ലാ കമ്മിറ്റിയിൽ കേട്ടതും? കൊല്ലത്ത് ഇവിടെ വിമർശനം ഉയർന്നത്. കൊല്ലത്ത് 2 കാര്യങ്ങൾ. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? അടിസ്ഥാന വർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിന്ന് സർക്കാർ അവർക്ക് വേണ്ട ശ്രദ്ധ കൊടുത്തില്ല എന്ന് പി ചിത്രരഞ്ജൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവർത്തക സമിതി റിപ്പോർട്ടുമേൽ കയർ വ്യവസായങ്ങളെ, കശുവണ്ടി വ്യവസായങ്ങളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞോ എന്നൊരു ചോദ്യം ഇത്തവണ ഉയർന്നിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് മാധ്യമങ്ങൾ ഇട്ടുകൊടുക്കുന്ന ചൂണ്ടയിൽ പാർട്ടി കുത്തണം എന്നുള്ളത് നിർബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷേ അധികാര തുടർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്ത്, അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു കാലത്ത് ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ ഒറ്റയ്ക്ക് നിർത്തി മുഖ്യമന്ത്രി എന്ന നിലയിൽ വിമർശിക്കുന്നതിനൊരു കാരണം ഉണ്ടാകണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ചർച്ച ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അത് വരേണ്ടതില്ല എന്നതാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന നിലപാടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായ തുടർച്ചയുമാണ്. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിണറായി വിജയനുള്ള താക്കീത് കൂടിയാണെന്നേ. നിങ്ങൾ പാർട്ടിക്ക് പിന്നിലാണ് ആളുകളെ അണിനിരത്തേണ്ടത്. പിണറായി വിജയൻ തന്നെയാണല്ലോ അന്ന് ശംഖുമുഖത്ത് കടപ്പുറത്ത് വെച്ച് ബക്കറ്റിൽ തിരയുണ്ടാവില്ലെന്നും സമുദ്രത്തിലെ തിരയുണ്ടാവുകയുള്ളൂ എന്നും സൂചിപ്പിച്ചത്. അതിന്റെ സമാനമായ രീതിയിലുള്ള പ്രയോഗമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. പാർട്ടി നോക്കൂ, നേതാവിന്റെ പിന്നിലെന്നല്ലോ. പാർട്ടി ഒരു സംഘടനാ മെഷീനറി അല്ലേ? ആ സംഘടനാ മെഷീനറിയിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ 2 തവണ മുഖ്യമന്ത്രിയായി തിരുത്തിക്കുറിച്ച
ആളാണ്. മൂന്നാമത്തെ തവണ അദ്ദേഹത്തെ തന്നെ ലീഡറാക്കാൻ തീരുമാനിക്കുന്നു. ഒരു പാർട്ടിക്കൊരു ലീഡറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പാർട്ടിക്ക് ലീഡർ ഇല്ലാത്ത ഒരു പാർട്ടി സംവിധാനങ്ങൾക്ക് സ്വാഭാവികമായും അതിൽ അസ്വാഭാവികതയെ തോന്നുക ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം പാർട്ടി ആത്മവിമർശനമായും പാർട്ടിയുടെ വിമർശനമായിട്ടും ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഗൗരവമേറിയ ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ നടന്നിരിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണെങ്കിൽ നാളെ നടക്കാൻ പോകുന്നതാണ് ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുന്നത്. അത് നേരത്തെ പിണറായി വിജയൻ എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയുടെ തുടർച്ചയെന്ന മട്ടിലായിരിക്കും നാളെയും അത് അവതരിപ്പിക്കാൻ പോകുന്നത്. അത് വൈജ്ഞാനിക സമൂഹത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കേരളത്തിൻ്റെ ഒരു ബദൽ വികസന മാതൃകയെ, അടിസ്ഥാന സൗകര്യത്തെയും അടിസ്ഥാന വർഗത്തെയും യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ബദൽ മാതൃകയ്ക്കായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ പൊതുമേഖലയിലടക്കം പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നയരേഖയിൽ പറയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ അത്തരം ചർച്ചകൾ നടക്കും. ഈ രണ്ടു ചർച്ചകളും കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമ്മേളനത്തിൻ്റെ ഒരു പ്രതീതി പൂർണ്ണമായിട്ടും ലഭ്യമാവുക എന്നാണ്. എന്തായാലും ഇതുവരെ നടന്ന സമ്മേളനങ്ങളിൽ ഈ ചർച്ചകൾ, പിന്നെ ഒരു കാര്യം വിഭാഗീയതയാണ്. നേരത്തെ പറയാൻ പോയൊരു കാര്യം, വിഭാഗീയത മണ്ണാർക്കാടിൻ്റെയും കരുനാഗപ്പള്ളിയുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ വിഭാഗീയത എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തലത്തിൽ ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന തലത്തിലോ ഉള്ള വിഭാഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതിൽ അത് തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്, വിഭാഗീയത എറണാകുളം സമ്മേളനത്തോടുകൂടി ഈ കഴിഞ്ഞ സമ്മേളന ഘട്ടത്തിൽ വിഭാഗീയമായ പ്രവണതകൾ പൊതുവെ അവസാനിച്ചുവെങ്കിലും അത്തരം സംസ്കാരത്തിനകപ്പെട്ടു പോയ ഒരു കൂട്ടം സഖാക്കൾ അപൂർവമായി ചിലയിടങ്ങളിലുണ്ട് എന്നാണ്. അതിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിലും ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിലെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ ഈ പറയുന്ന 2 ഏരിയ കമ്മിറ്റികളുടെ കാര്യവും പറയുന്നു. ഒന്ന് മണ്ണാർക്കാട്, രണ്ടാമത്തത് കരുനാഗപ്പള്ളി. ഈ 2 ഏരിയ കമ്മിറ്റികളിലും കമ്മീഷൻ പഠനം അന്വേഷിക്കുകയും കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏരിയ കമ്മിറ്റികൾ തന്നെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ അങ്ങനെ വിഭാഗീയ ആശയങ്ങൾക്ക് അടിമപ്പെട്ടു പോയ അപൂർവം ചില നേതാക്കളുണ്ട് എന്ന പരാമർശം കൂടി അതിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത് ഒരു തെറ്റായ പ്രവണതകളെ തിരുത്താനുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. അത് ഒരു കേഡർ പാർട്ടിയിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്, മറ്റു പാർട്ടികൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ വലിയ പ്രഖ്യാപനങ്ങളായി വരും എന്നതിനും അപ്പുറത്തേക്ക് ഇത്തരം സ്വയം വിമർശനങ്ങളിലേക്ക് എത്രത്തോളം പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് മുതലേ സ്വീകരിച്ചു വന്നിരിക്കുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഒരു പുതു കേരളത്തിലെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കണക്കോട്ടുകൂടി ഒരു നവകേരള നവകേരള നയപ്രഖ്യാപനം നടത്തുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ സമ്മേളനത്തോട് നടത്തിയിട്ടുള്ളത്. കാരണം എന്താണ്, 2026 എങ്ങനെ തുടർ ഭരണം പിടിച്ചെടുക്കാം എന്നുള്ള ഒരു പ്ലാനിങ് ഉള്ള ഒരു സമ്മേളനം എന്നുള്ളതിനേക്കാളും അപ്പുറം ഇതിനെ വലിയ രീതിയിൽ പാർട്ടിയിൽ ശുദ്ധികലശം നടത്തും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു സംവിധാനം, കാരണം ഒരർത്ഥത്തിൽ പോലും ഈ പാർട്ടിയെയോ ഈ സർക്കാരിനെയോ എഴുത്തിക്കാട്ടുന്ന ഒരു രേഖകളും ഒരു സംഘടനാ റിപ്പോർട്ടുകളും ഈ സമ്മേളനത്തിൽ വരില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു രേഖകളും വരാൻ പോകുന്നില്ല. പിണറായി വിജയൻ എഴുതിക്കാട്ടുന്നതായിട്ടോ സംസ്ഥാന സെക്രട്ടറിനെ എഴുതിക്കാട്ടുന്നതോ ആയ ഒരു നയരേഖകളും അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകളും ഈ സംസ്ഥാന സംഘടനത്തിൽ വരില്ല. എന്താണ് പോളിറ്റ് ബ്യൂറോ അംഗത്തിനെ കുറിച്ചുള്ള വിമർശനം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവാറില്ല. അല്ല, ഞാൻ പറയുന്നത് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംഘടനയ്ക്ക് വന്നിട്ടുള്ള അപജയങ്ങളെക്കുറിച്ചിട്ടും വിഭാഗീയതയെക്കുറിച്ചിട്ടും അതിലുണ്ടാകുന്ന പുഴുക്കുത്തുകളെക്കുറിച്ചിട്ടും ഇൻഡിവിജ്വലായി ഓരോരുത്തരെയും എടുത്ത് ചർച്ച ചെയ്യുന്നൊരു സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനം. നമ്മളാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ ഓരോരുത്തരുടെ പേരെടുത്ത് വെച്ചിട്ട് ഒരാളെ പോലും വിമർശിക്കുന്നില്ല. വിമർശനത്തിൽ ഒതുക്കി എന്നുള്ളതിനേക്കാളും അപ്പുറം വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളത്. അതിന് ഉപദേശങ്ങളിൽ ഒതുക്കി. അതിനുള്ള കാരണം കൂടുതൽ അവൈലബിൾ എത്തണം. അത് വളരെ ഡീസൻ്റായ കൂടുതൽ അവൈലബിൾ യോഗത്തിന് എത്തണം. അതെ, ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിന് സംസ്ഥാന കമ്മിറ്റി കൂടണമെന്നില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ വിമർശിക്കാൻ ധൈര്യമുള്ളവർ വളരെ കുറവാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? വിമർശിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. വിമർശിച്ചായിരുന്നാലും ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ ഒഴുകുന്ന വെള്ളത്തിനെതിരെ നീന്തുമ്പോഴാണല്ലോ നമുക്ക് ആ ബുദ്ധിമുട്ട് നേരിടുക. ഒഴുകുന്ന വെള്ളത്തിന് ഒപ്പം ഒഴുകിയാൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുക? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അപ്പം സ്മൃതി മേഡം നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ പോലും വിമർശിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു നേതാക്കന്മാരും ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ പിന്നെ വിമർശിക്കണം. അപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വിമർശനം വരണം എന്നുള്ളത് കൊണ്ടാണ് വിഭാഗീയത താഴെത്തട്ടിലാണെന്ന് പറയുന്നത്. താഴെത്തട്ടിൽ എന്ന് പറയുമ്പോൾ ആരെയും പേരെടുത്ത് വിമർശിക്കേണ്ട കാര്യമില്ല. മേൽത്തട്ടിൽ മാത്രമാണെങ്കിൽ വിഭാഗീയത ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ പിണറായി വിജയൻ, അച്യുതാനന്ദൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരുകളെടുത്ത്, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ്, ഇങ്ങനെയുള്ള പേരുകളെടുത്ത് മുന്നോട്ട് പറയേണ്ടത്. ഇപ്പം താഴെത്തട്ടിലാകുമ്പോൾ ആരുടെയും പേര് പറയേണ്ട. ജില്ലാ കമ്മിറ്റിയിൽ വിഭാഗീയത,
അല്ലെങ്കിൽ പറയുന്നത് ലോക്കൽ കമ്മിറ്റിയിൽ വിഭാഗിത, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയിൽ വിഭാഗിത എന്ന് പറയുമ്പോൾ അത് വളരെ ശുഷ്കമായ രീതിയിലാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പം വിഭാഗീയത ഇല്ല എന്നുള്ളതിനേക്കാളും അപ്പുറം അവർ കാണുന്ന വിഭാഗീയത എങ്ങനെയാണ് കാണുന്നത്? കണ്ണൂർ ലോബി പിടിമുറക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറഞ്ഞാൽ അത് വലിയ വിഭാഗീയതയാണ്, അത് ചെറിയ വിഭാഗീയതയല്ല. കാരണം കണ്ണൂർ ലോബി എന്ന് പറയുന്ന ആരാണ്? ഇപ്പോൾ ഏത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിരിക്കുന്ന ആൾക്കാരാണ് കണ്ണൂർ ലോബി എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ വിഭാഗീയത്തിൻ്റെ ഭാഗം. അതിനെ വളരെ ചുരുക്കിയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കണ്ണൂർ ലോബി പിടിമുറുക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വത്ത് സമ്പാദനം. കേരളത്തിൽ CPM നേതാക്കന്മാർ സ്വത്ത് സമ്പാദിക്കുന്നത് വലിയ പ്രശ്നമായി ഇപ്പോൾ പാർട്ടി കാണുകയാണെങ്കിൽ ഈ പാർട്ടിയിൽ ആരും ഉണ്ടാവില്ല. കാരണം എന്താണ്? പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന അണികളും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണികളെക്കാളും കൂടുതൽ ഇപ്പോൾ എന്താണ് സ്വന്തം കാര്യത്തിന് വേണ്ടി പാർട്ടി ഉപയോഗിക്കുന്ന അണികളായി മാറി. പാർട്ടിക്ക് വേണ്ടി എത്ര പേർ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് നോക്കും. പാർട്ടിയെ ബിസിനസ്സാക്കി മാറ്റിയ നേതാക്കന്മാരാണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. അവർക്ക് പാർട്ടിയെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാം. പക്ഷേ താഴെത്തട്ടിലുള്ള അണികൾ അങ്ങനെയല്ല. താഴെത്തട്ടിലെ അണികൾ എങ്ങനെയാണ്? അതാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് എന്താണ്? ആശാ വർക്കർമാരുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്. കാരണം എന്താണ്? ഇത് തൊഴിലാളി പ്രസ്ഥാനമാണ്, മുതലാളി പ്രസ്ഥാനമല്ല. ഈ മുതലാളി പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അണികളായിട്ടുള്ള ആൾക്കാരും തൊഴിലാളികളായിട്ടുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത്. ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ കാര്യമായി ഇടപെടാതെ നിങ്ങൾ PSC മെമ്പർമാർക്ക് സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം വിളമ്പുന്നു എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തൊഴിലാളി വർഗത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണ്? നമുക്ക് പണം വേണ്ടേ? പണം വേണ്ട ഈ കാര്യങ്ങൾ നടത്തണം എന്ന് തുടങ്ങിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണത്തിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയത്. അതായത് വക്കറ്റ് പിരിവിൽ കൂടി കയറി വന്ന പ്രസ്ഥാനമാണത്. സംസ്ഥാനത്തിന്റെ അല്ല അപ്പം ഞാൻ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് വിഭവങ്ങൾ കണ്ടെത്തേണ്ടതില്ലേ? ഞാൻ ചോദിക്കുന്നത് പാർട്ടിയുടെ പണം തരുന്നതല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പണം വേണ്ടേ എന്നൊരു സംസ്ഥാന സെക്രട്ടറി അല്ല ആയിക്കോട്ടെ. സംസ്ഥാന സെക്രട്ടറി എന്താണ് നമ്മുടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങളാൽ സംഘടിപ്പിച്ച് ജനങ്ങളാൽ എന്താണ് പ്രവർത്തകരാൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിന്റെ ഭാഗം മൂലധനം വിപുല സമാഹരണം സംബന്ധിച്ച് പാർട്ടി എടുത്ത നിലപാടാണ്. എന്താണ് മാത്രം എടുത്ത നിലപാടല്ലല്ലോ. നിക്ഷേപങ്ങൾ വരണം, നിക്ഷേപ സൗഹൃദമാകണം. നിക്ഷേപ സൗഹൃദം ആകട്ടെ അത് പറയുന്നില്ല. പക്ഷേ എന്താണ് അപ്പം നയവ്യത്യാസം വരുന്നുണ്ട് അരുൺ സാറേ. നോക്കൂ, രണ്ട് കാര്യങ്ങളിലാണ് വ്യത്യാസം. ഒന്ന്, ഇതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, പൊതുവേല സ്ഥാപനം വിറ്റഴിക്കുന്നതിന് നിങ്ങൾ പിന്നെ പുറത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ തീരുമാനമായിരുന്നു. നിക്ഷേപം എവിടെയാ സ്വീകരിക്കുക? വിദേശ നിക്ഷേപമല്ല, നിങ്ങളുടെ സ്വകാര്യ നിക്ഷേപം. നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇവിടെ സർവകലാശാല തുടങ്ങാം. കേരളത്തിൽ ഏതെങ്കിലും സർവകലാശാല സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല. സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ നിങ്ങൾക്ക് കൊടുക്കാം. അതാണൊരു വലിയ നല്ല തീരുമാനം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം. എന്താണ് ഈ നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി നവനയങ്ങൾ പിണറായി വിജയൻ കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ മുന്നോട്ട് വെച്ച നയങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും. അതിന് ഞാനത് എതിരല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഈ പറയുന്ന നയവ്യത്യാസം വരുന്നതിന് എതിരല്ല. ഇന്നത്തെ കാലത്തിൽ അടിസ്ഥാനപ്പെട്ട് പാർട്ടിയെ മാറ്റാൻ തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. അത് അംഗീകരിച്ചാൽ മതി, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് 1980-ലെയും 1975-ലെയും 60-ലെയും പാർട്ടിയല്ല ഇപ്പോൾ 2023 എങ്ങനെയാണോ 2023 എങ്ങനെയാണോ കേരളത്തെ കൊണ്ടുപോകേണ്ടത് ആ രീതിയിലേക്ക് പാർട്ടികൾ മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്ന് അംഗീകരിച്ച പ്രശ്നം തീർന്നു. അത് അംഗീകരിക്കാതെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന കാര്യമുണ്ട്. മാറുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള ആശയങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത്. എല്ലാ കാലത്തും പാർട്ടി പറയുന്നത്. അതെന്താ പാർട്ടി പറയാറുണ്ട്? അത്ര പറഞ്ഞാൽ മതി. ഇത് 2025 വിഷയമല്ലല്ലോ. സ്വകാര്യ സർവകലാശാല സംബന്ധിച്ച് സർക്കാർ പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ? നിലപാട് നേരത്തെ വ്യക്തമാക്കിയതല്ലേ? പാർട്ടി സംസ്ഥാന കോൺഗ്രസിന് മുൻപ് തന്നെ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപം, ഈ പറയുന്ന സ്വകാര്യ സർവകലാശാല മുതലായ കാര്യങ്ങളിൽ, ഈ സ്വാശ്രയ കോളേജുകൾ, ഈ മുതലായ കാര്യങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന എന്താണ് അഭിപ്രായമല്ല, പണ്ട് കാലങ്ങളുടെ അഭിപ്രായമല്ല ഇപ്പോൾ ഉള്ളത്. അല്ല, അതെല്ലാം പിന്നോട്ട് പോയി. അതെന്തുകൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കാൻ കാരണം? ഈ 2023 എത്തി നിൽക്കുമ്പോൾ 2023 കേരളത്തിൻ്റെ ആവശ്യം അതാണ്. കാരണം എന്താണ്? മൂലധന
നിക്ഷേപം ഇല്ലാതെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ പാർട്ടിക്ക് കഴിയില്ല. മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞത് പോളിസി ചേഞ്ച് ആണ്. പാർട്ടിയുടെ സംവിധാനത്തിൽ പോളിസി കഴിയോ? ചേഞ്ച് ആവാതിരിക്കാൻ കഴിയോ? നിങ്ങളുടെ കോൺടെക്സ്റ്റ് മാറുമ്പോൾ നിങ്ങൾക്ക് അവിടെ അല്ല, അവിടെ അതാണ് സാർ ഞാൻ പറഞ്ഞത്. അങ്ങനെ പോളിസി ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒറ്റ കാര്യം ഈ പാർട്ടി ശ്രദ്ധിക്കേണ്ടത് അറിയാം, അടിസ്ഥാന വർഗത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നേ ഉള്ളൂ. കാരണം കോർപ്പറേറ്റ് കമ്പനി വരൂ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അദാനി വിഴിഞ്ഞത്ത് അദാനി വരൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഇറക്കിവിടാൻ പറ്റില്ല നിങ്ങൾക്ക്. അവിടെ പിന്നെ റിലയൻസിന് പിന്നെ എന്താണ് നമ്മുടെ ആരോഗ്യ മേഖല കാര്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ആശാവർക്കർമാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള പിന്നോട്ട് ഈ തൊഴിലാളി വർഗത്തെ നമ്മളിവിടെ ബിവറേജ് ഒരു മിനിറ്റ് ബിവറേജ് തുടങ്ങും, ഇവിടെ ബ്രൂവറി തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ചെത്തു തൊഴിലാളികളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കയർ തൊഴിലാളികളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഈ കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും ഈ ഓട്ടോ തൊഴിലാളികളും ഈ സാധാരണക്കാരുമാണ് ഈ പാർട്ടി എന്നുള്ള കാര്യം കൂടെ പാർട്ടി ഓർത്ത് മുന്നോട്ട് പോകണം. രണ്ടു ഭാഗം അത്രേ ഉള്ളൂ. വികസനം താഴേക്ക് കൊടുത്താൽ അത് ഈ സംഘടന ഞാൻ പറയുന്നത് അത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അല്ല അതിനെ പോസിറ്റീവായിട്ട് കാണുന്നുള്ളൂ. അല്ല, ഒരു നിമിഷം. ഒന്നാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയത് എവിടെയൊക്കെയാണ്? ഏതാ ഒന്നാം പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയത് എവിടെയൊക്കെയാണ്? അല്ല, അതിന് ഞാൻ പോസിറ്റീവായിട്ടാണ് കണ്ടത്. അല്ല, എവിടെയൊക്കെയാ? ഒന്ന് വിദ്യാഭ്യാസ മേഖലയിൽ, മറ്റൊന്ന് ആരോഗ്യ മേഖലയിൽ. ഈ രണ്ടു മേഖലയും കഴിഞ്ഞിട്ടാണല്ലോ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക്. നോക്കൂ, ഇത് ഘട്ടം ഘട്ടമായിട്ടുള്ള രീതിയാണ്. പെൻഷൻ്റെ പ്രായം, പെൻഷൻ്റെ തുക വർദ്ധിപ്പിച്ചില്ലേ? ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ 2000 എന്ന് പറഞ്ഞു, അവിടേക്ക് എത്തിച്ചിട്ടില്ല, സാമ്പത്തിക പരാധീനതയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലല്ലേ പാർട്ടി മുന്നോട്ട് പോകുന്നത്? അടിസ്ഥാന വർഗവും അടിസ്ഥാന സൗകര്യവും ഇത് രണ്ടും ഒരുമിച്ച് യോജിപ്പിക്കണ്ടേ? അല്ല, അതിലാണ് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പ്രവർത്തന റിപ്പോർട്ടിലും ഇന്നത്തെ വിമർശനം വന്ന രണ്ട് കാര്യങ്ങളിൽ എന്ന് പറഞ്ഞത്, ഒന്ന് ഈ പറഞ്ഞ എന്താണ് നിങ്ങൾ പിന്നെന്താണ് ബാങ്കുകളെ സഹകരണ ബാങ്കുകളെ നശിപ്പിക്കുന്നത് അടിസ്ഥാന ദോഷം വരുന്ന കാര്യങ്ങളാണ്. അതെ, ഒന്ന് ദോഷം വരുന്ന കാര്യങ്ങളാണ്. രണ്ട്, നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലി കാണുന്നില്ല, അവരുടെ സമരം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തെ കാണാത്തതിന് തുല്യമാണ്. അവിടെയെല്ലാം വിമർശനങ്ങൾ ഈ പാർട്ടി വന്നതിനകത്ത് നമ്മൾ കാര്യമായിട്ട് തന്നെ കാണണം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൽ ഇങ്ങനെ ശുദ്ധീകരണ ശ്രമം നടത്താനും തിരുത്തൽ നടത്താനും പറ്റിയ പാർട്ടി CPM മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് വേറൊരു പാർട്ടിയിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സംസ്ഥാന സമ്മേളനം കൂടിയിട്ട് ഇതുപോലെ ഒരു നയരേഖ മുന്നോട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വരികയും സംഘടന റിപ്പോർട്ടൊന്നും വേറെ പാർട്ടിയിലും നടക്കാൻ പോകുന്നില്ല. ഏക പാർട്ടി എന്ന് പറയുന്നത് ഇതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും ഇരുന്ന് വിമർശിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 2026 ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു മുന്നോട്ടുള്ള നീക്കം മാത്രമായിരിക്കും ഈ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുക. അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പാർട്ടിയിൽ ശുദ്ധീകരണമോ എന്നായിരുന്നു ചോദ്യം. 3 പേരും യെസ് നോ എന്നൊരാൾ.